കാർഷിക വാർത്തകൾ. ഓണത്തിനു മുന്നേ കുതിച്ചുയർന്ന് നേന്ത്രപ്പഴത്തിന്റെ വില 10 ദിവസത്തിനിടെ കൂടിയത് 12 രൂപയാണ്. പഴുപ്പിക്കാൻ തക്ക ഗുണമേന്മയുള്ള നേന്ത്രക്കായ്ക്ക് കടുത്ത ക്ഷാമം. ഇതോടെ നേന്ത്രപ്പഴത്തിന്റെ വില ഓണത്തിനു മുമ്പ് തന്നെ കുതിച്ചുയർന്ന് മൊത്ത വിപണിയിൽ കിലോയ്ക്ക് 50 രൂപയായി. ചില്ലറ വിപണിയിൽ 60 രൂപയ്ക്ക് മുകളിലാണ് വില. നല്ല പഴത്തിന് ആവശ്യക്കാർ ഏറെയാണെങ്കിലും ലഭ്യത കുറവാണ്. നാടൻ നേന്ത്രപ്പഴം കിട്ടാനില്ല. തമിഴ്നാട്ടിലെ സത്യമംഗലത്തു നിന്നാണ് പാലക്കാട് മാർക്കറ്റിലേക്ക് കായ എത്തുന്നത്. ഇതിൽ തന്നെ ഗുണമേന്മയുള്ള കായ വളരെ കുറവാണ്. ഗുണമേന്മയില്ലാത്ത കായ പുകയിട്ട് പഴുപ്പിക്കാനാകില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. പഴുത്താൽ തന്നെ ഉള്ളു ബലപ്പെട്ടിരിക്കും. ഇവ ശർക്കര ഉപ്പേരിക്കും കായ വറുത്തതിനുമായി പോകും. 10 ദിവസത്തിനിടെ മൊത്ത വിപണിയിൽ നേന്ത്രക്കായ കിലോഗ്രാമിന് 12 രൂപ വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം 44 രൂപയായിരുന്നതാണ് ഇന്നലെ 50 രൂപയിലെത്തിയത്. മെയ് മാസത്തിന് ശേഷമുള്ള ഉയർന്ന വിലയാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ പുകയില ആഗോള വിപണിയിൽ വൻ മുന്നേറ്റം തുടരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തിന്റെ പുകയില കയറ്റുമതി മൂല്യത്തിൽ 166% വർധനയാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയുടെ പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും കഴിഞ്ഞ ഒരു ദശകത്തിനിടെ 166% ഉയർന്ന് 17,192.04 കോടി രൂപയിലെത്തി. ആഗോള വിപണിയിൽ ഇന്ത്യൻ പുകയിലയ്ക്ക് വർദ്ധിച്ച ആവശ്യകതയും ഗുണനിലവാരവും ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളാണ്. ഫ്യൂക്യൂഡ് വെർജീനിയ പുകയില ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളിലെ കയറ്റുമതിയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. യൂറോപ്യൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ്, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലാണ് ഇന്ത്യൻ പുകയിലയുടെ പ്രധാന വിപണികൾ. കയറ്റുമതി വർദ്ധിച്ചതോടെ പുകയില കൃഷിയെ ആശ്രയിക്കുന്ന കർഷകരുടെ വരുമാനത്തിലും ഗണ്യമായ വർധനയുണ്ടായതായി വിലയിരുത്തപ്പെടുന്നു. ഗുണമേന്മയുള്ള ഉൽപാദനത്തിനും വിപണി വികസനത്തിനുമായി വിവിധ നടപടികൾ തുടരുന്നതോടെ വരും വർഷങ്ങളിലും കയറ്റുമതിയിൽ കൂടുതൽ വളർച്ച പ്രതീക്ഷിക്കുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഴയെത്തിയതോടെ ഖാരിഫ് കൃഷി സജീവമായി. എന്നാൽ സാധാരണയേക്കാൾ കൃഷി വിസ്തീർണം 5% കുറവാണെന്നാണ് പുതിയ കണക്ക്. ഈ ഖരീഫ് സീസണിൽ രാജ്യത്ത് ഇതുവരെ സാധാരണ കൃഷി വിസ്തീർണത്തിന്റെ 71% സ്ഥലത്ത് വിത്തിടൽ പൂർത്തിയായി. ആകെ 787.37 ലക്ഷം ഹെക്ടർ പ്രദേശത്താണ് കൃഷി നടന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൃഷി ഇറക്കിയ വിസ്തീർണം 5% കുറവുണ്ടായി. അതായത് 38.82 ലക്ഷം ഹെക്ടർ കുറവാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. നെൽകൃഷി, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുവിളകൾ, ചോളം ഉൾപ്പെടെയുള്ള ധാന്യവിളകൾ, പരുത്തി എന്നിവയുടെ കൃഷി വിസ്തീർണത്തിലും കുറവ് രേഖപ്പെടുത്തി. അതേസമയം കരിമ്പ്, ചണ, മെസ്റ്റ തുടങ്ങിയ വിളകളുടെ കൃഷി നേരിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.